കൃഷി ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാവ് നട്ടിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കൃഷിലോകം ചാനലിലും അല്ലാതെ നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലേ. അപ്പോൾ അവർക്കെല്ലാം പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആയിട്ട് നട്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ അതിനിപ്പോൾ കായൊക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ താങ്ങും എന്നൊക്കെയുള്ള ഡൗട്ടുകളുണ്ടാകും. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ശിവചേട്ടൻ പറയും. ഇവിടെ കുറേ അടയ്ക്കാമരത്തിൻ്റെ അത് അരിഞ്ഞും പിടിഞ്ഞും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം പറയൂ. ഇത് നമ്മൾ ഇവിടെ മോശം അടയ്ക്കാരങ്ങൾ, പഴയ അടയ്ക്കാരങ്ങൾ ഇപ്പോൾ അവിടെ കണ്ടില്ലേ, ആ വലിപ്പത്തിലുള്ളത് മാതിരിയുള്ളത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ റബ്ബറും കാര്യങ്ങളും വെട്ടി ഇപ്പോൾ ഇത് വന്നപ്പോൾ മോശമായിട്ടുള്ളത്, കേടുള്ളത്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തു. ഇത് എന്താ ചെയ്തേക്കണതെന്ന് വെച്ചാൽ അത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായി, പക്ഷേ നമുക്ക് സമയം ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം നമ്മളിത് ഈ അടയ്ക്കാമരങ്ങൾ പീസാക്കി മുറിച്ചിട്ട് ഇങ്ങോട്ട് വേണം ഇതുപോലെ അടയ്ക്കാരം വെട്ടിയിട്ടിട്ട് ഇതുപോലെ പീസാക്കിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് നട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചക്കയായ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു. അപ്പോൾ അതിന് നമ്മൾ മുകൾ വശത്ത് തൂപ്പ് ഇലകൾ കൂടുതലായി കഴിയുമ്പോൾ ഇത് കാറ്റ് വരുമ്പോൾ മറയാനും കാര്യങ്ങളും ചാൻസ് ഉള്ളതുകൊണ്ട് ഇതുപോലെ വലിയ കുറ്റികൾ ശരിയാക്കിയിട്ട് നമ്മളത് ഇത് പലതായിട്ട് മുറിച്ച് എടുത്തല്ലേ, ഇതിനെ കട്ട് ചെയ്തിട്ടേക്കണതാണ്. ഇതിപ്പോൾ വാളിന് കട്ട് ചെയ്യിച്ചേക്കണതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പൊളിക്കും, നാലാക്കി പൊളിക്കും. അങ്ങനെ നാലാക്കി പൊളിച്ചിട്ട് ഓരോ അത് ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മാങ്കോസ്റ്റിന് കുറ്റി ഇട്ടു, അതുപോലെ തന്നെ പ്ലാവിനും കുറ്റികൾ ഇട്ടു. അപ്പം മാങ്കോസ്റ്റിനും റംബൂട്ടാനും ഇതൊക്കെ വെച്ചിരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ റംബൂട്ടാനും ഒക്കെ കുറച്ച് വലിയ കുഴപ്പമില്ല, വേണമെന്നില്ല. പ്ലാവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബഡ് ചെയ്ത ഇത് ഒരുപാട് താത്തി വെക്കില്ല. അപ്പോൾ അത് കാരണം മുകളിൽ തൂപ്പലകൾ കൂടുതലായി കഴിയുമ്പോൾ ഇത് ചരിയാൻ ചാൻസ് കൂടുതലാണ്, കനം കൂടുതൽ മുകളിൽ വരാല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓവർ ഹൈറ്റിലേക്ക് വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഇതുപോലെ ഒരു കൊല്ലവും കൂടിയൊക്കെ നമ്മൾ ഇതുപോലെ കുറ്റിയിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കുറ്റിയിട്ടുണ്ട്, കുറ്റിയിട്ടത് കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഇവിടെ മാങ്കോസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കൊല്ലം വെച്ചതാണ്. നമ്മൾ 2 കൊല്ലമായ തയ്യ വെച്ച് ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞു, 4ാമത്തെ വർഷത്തിലേക്ക്. അപ്പോൾ തട്ടൊക്കെ തിരിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ആ തട്ടൊക്കെ തിരിഞ്ഞതിന് നമ്മൾ മോള് വശം വരുമ്പോൾ കനം കൂടുതലായിരിക്കും, ഇലകൾ വരുമ്പോൾ തൂപ്പ് വരും. അപ്പോൾ അത് വളഞ്ഞു ഒടിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ കുറ്റിയിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്ത സംഭവങ്ങളാണ് ഈ കാണുന്നത്. അത് നമ്മളൊരു 200 കുറ്റിയുടെ അടുത്ത് നമ്മൾ ശരിയാക്കി എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാങ്കോസ്റ്റിൻ ആണത്. ഇതാണ് നമ്മൾ കുറ്റികൾ ശരിയാക്കി എടുത്ത് മാങ്കോസ്റ്റിനൊക്കെ ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ നമ്മൾ പലതിനിട്ടെങ്കിലും നമ്മൾ ചിലത് മറന്നുപോയി, ഇതിനെ കെട്ടാൻ വിട്ടുപോയി. അപ്പോൾ അത് നമ്മൾ വലിയ വള്ളി എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ പഴയ ചെറിയ കുറ്റികളായിട്ടില്ല. ഇത് കണ്ട, ഇപ്പോൾ ചെടി വലുതായപ്പോൾ നമ്മൾ വലിയ കുറ്റി ഇട്ട് കൊടുക്കണം. ഇപ്പം എന്തായാലും കുറ്റി കുറച്ച് കിട്ടിയത് ഉപകാരമായല്ലേ. അതെ, നമ്മൾ 10-200 കുറ്റി ഉണ്ടാക്കി. അപ്പം എന്നിട്ട് നമ്മൾ ഇതിനോട് ഒരുപാട് വലിച്ചു കെട്ടാതെ ചെടിയുടെ ഇഷ്ടത്തിന് തന്നെ ചെടീനെ വിടാം. നമ്മൾ ലൂസാക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ചെടിയുടെ ഇഷ്ടത്തിന് വളർന്നു. ഇനി നമ്മൾ ഒരു കെട്ടും കൂടി ഇവിടെയും കൂടി കെട്ടിക്കൊടുക്കണം. അതിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ വള്ളിയില്ല, അതിനും വരുമ്പോൾ ഞാൻ വള്ളി ഇപ്പോൾ എടുത്തുണ്ട്, വണ്ടിയിലുണ്ട്. നമ്മൾ ഇതുപോലത്തെ വള്ളി മേടിക്കുക. ഇത് ഇപ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള വള്ളിയാണ്, കൂടുതൽ ഹാർഡായിട്ടുള്ളത് മേടിച്ച് കെട്ടരുത്. അപ്പോൾ നമ്മളുടെ തൈക്കൾക്ക് ദൂഷ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് വലുതാണ്, കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. 50 രൂപയാണ് ഇതിന് ഒരെണ്ണത്തിന് നമ്മളിപ്പോൾ ലോക്കൽ കടയിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ ഹോൾസെയിലിൽ നിന്ന് മേടിച്ചാൽ നമുക്ക് അതിൽ കുറവ് കിട്ടും. ഇതൊക്കെ എപ്പോഴും 2 വീലറിൻ്റെ അകത്ത് ഉണ്ടാകും ശിവചേട്ടൻ്റെ. ഓൾറെഡി 2 വീലറിലും എല്ലാ സാധനവും ഉണ്ട്. ഞാൻ പറമ്പിൽ പോകുമ്പോൾ ഉള്ള സാധനങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് വളഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിനെപ്പോൾ പിടിച്ച് കെട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇത് പറമ്പിൽ പോകാൻ ആവശ്യമായ സാധനങ്ങളുമായിട്ട് വെച്ചേക്കണം. അത്രയാ. ഇനിയിപ്പോൾ നമ്മൾ ഒരു കെട്ടും കൂടി ഇത് ഇവിടെ കെട്ടി ലൂസായിട്ട് കെട്ടി കൊടുക്കുക അല്ലേ. ലൂസാക്കിയാൽ മതി. അപ്പോൾ ചെടിയുടെ ഇഷ്ടത്തിന് പൊക്കോളും. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഈ ചെടിയുടെ ഇതുപോലെ നമ്മൾ ഒത്തിരി കാലുകൾ ഇപ്പോൾ ഇതുപോലെയാണ് മുറിച്ചിട്ടേക്കണം. ഇത് മുറിച്ചിട്ടേക്കണത് കണ്ടോ, ഇതുപോലെ ഇത്രയും ഹൈറ്റിലൊക്കെ. ഇപ്പോൾ പ്ലാവിനൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ ഇതുപോലെ ഹൈറ്റിൽ വേണം, 10 അടിയൊക്കെ ഹൈറ്റിൽ. കാരണം നമ്മുടെ പ്ലാവ് വലുതായില്ലേ. പിന്നെ മാങ്കോസ്റ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും വലിപ്പം മതി. അതിനെ 4ആക്കി പൊളിച്ചെടുക്കാം. നമ്മളിവിടെ പ്ലാവിനിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ കൊല്ലം വെച്ചതാണെങ്കിലും നമുക്കിപ്പോൾ ഈ കണ്ടോ 1, 2, 3, 4, 5 തട്ട് തിരിഞ്ഞു. ഇപ്പോൾ 6ാമത്തെ തട്ടാണ് വരാൻ പോകുന്നത്.
അപ്പോൾ നമ്മളിത് ശരിക്കും 3 കൊല്ലം കഴിഞ്ഞു, 4ാമത്തെ വർഷമാണ്. നമ്മൾ ഇതിന് കഴിഞ്ഞ കൊല്ലം ഇട്ടിരുന്ന കാലാണത്. അത് പോയിട്ടില്ല, പക്ഷേ എന്നാലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ എത്ര വർഷം ഇട്ട് കൊടുക്കണം ഇങ്ങനെ? ഒരു വർഷം കൂടിയൊക്കെ നിന്നാൽ മതി. അപ്പോഴേക്കും ഇവനെ നല്ല കരുത്താവും, പൊന്തി പൊക്കോളും, പിന്നെ പ്രശ്നമില്ല. അതുപോലെ ഇതിന് ഇട്ടേക്കണം ഇപ്പോൾ ഒത്തിരി വലിയ കാലം ഇട്ടേക്കണം. ഇപ്പം നമ്മൾ ഈ പ്ലാവ് നട്ടിട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2020 ജൂണിൽ നട്ടതാ. നമുക്ക് നിറയെ ചക്കയുണ്ട്. അപ്പോൾ പ്ലാവ് ഇത്രയും ഹൈറ്റും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 ആൾ ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓവർ ഹൈറ്റിലേക്ക് പോകാനിരിക്കാൻ ഞാൻ അതിൻ്റെ തല മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ശിഖരങ്ങളിലായി. അപ്പോൾ ആ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും ഇത് വളർന്നു വരുമ്പോൾ ഇതിന് താങ്ങ് കൊടുക്കും. ഞങ്ങൾ കുറ്റി കൊടുക്കണം എന്ന് പറയും. ഇതിനൊരു സപ്പോർട്ടായിട്ട് ഒരു കാല് കുഴിച്ചിട്ട് കെട്ടിക്കൊടുക്കും. അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് ഈ കാല്. ഇത് കഴിഞ്ഞ കൊല്ലത്തെയാണ്. അപ്പോൾ ഇതിനകത്ത് ചെതലും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഈ കാല് ദ്രവിച്ചു പോണ അവസ്ഥയായി. അപ്പോൾ നമ്മൾ പ്ലാവ് വീണ്ടും വലുതായി, ഹൈറ്റ് കൂടി. ഇതിന് ഇത്രയല്ലേ ഹൈറ്റുള്ളൂ. അപ്പോൾ അതിൽ ഹൈറ്റിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ ഒരു അടയ്ക്കാമരത്തിൻ്റെ കിട്ടി. അടയ്ക്കാമരം ഇവിടെ ഉള്ളതുകൊണ്ട് അടയ്ക്കാമരത്തിനെ കട്ട് ചെയ്ത് ഞങ്ങൾ പൊളിച്ച് കാലാക്കി മാറ്റി. അല്ലെങ്കിൽ നമുക്ക് ഈ കഴകൾ മേടിക്കാൻ കിട്ടും, വാഴയ്ക്ക് ഊണ് കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കഴകൾ. ചൂളയുടെ അതിൻ്റെ ഒക്കെ ഈ വഴി സൈഡിൽ കഴകൾ വിൽക്കണ ആൾക്കാരുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കൊടുത്താൽ അത് മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ചിട്ട് ഇതിന് സപ്പോർട്ടായിട്ട് ഇട്ട് കൊടുക്കണം. സപ്പോർട്ടായിട്ട് ചെറിയ പ്ലാന്റ് നമ്മൾ ചെറിയ കുറ്റികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ അതിന് പറ്റിയതില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. വാങ്ങിയിട്ട് ഇത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പ്ലാവ് മറഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു 100-ലധികം പ്ലാവുകൾ വെച്ചിട്ടുണ്ട്. അതിനെ എല്ലാത്തിനും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളെ നിർത്തി നമ്മൾ ഇതുപോലെ പൊളിച്ച് കാര്യങ്ങൾ ചെയ്ത് അടയ്ക്കാമരത്തിനെ പൊളിച്ച് നമ്മൾ ഇട്ടു. ഒരു 200 കുറ്റിയെങ്കിലും നമ്മൾ ശരിയാക്കി ഇട്ടിട്ടുണ്ട്, മാങ്കോസിനും പ്ലാവിനുമെല്ലാം. അപ്പം അതുപോലെ ചെയ്യുന്ന കൂട്ടത്തിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശിഖരങ്ങളിൽ ചക്കയുണ്ടാവും. ആ ശിഖരങ്ങളിൽ ചക്ക ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഈ ശിഖരത്തിന് ആ ചക്ക ഇപ്പം താങ്ങണതിന് കുഴപ്പമില്ല, ചെറുതാണ്. വലുതാവുമ്പോൾ താങ്ങാനുള്ള കപ്പാസിറ്റി, ആരോഗ്യം ഉണ്ടാവില്ല. ഇത് ഒടിഞ്ഞു പോകും. അങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇതുപോലൊരു സപ്പോർട്ട് കൊടുത്തു. ഈ ശിഖരത്തിന് നമ്മളൊരു സപ്പോർട്ട് താഴേക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ കെട്ടി നമ്മൾ കണക്ട് ചെയ്തു. അപ്പം ഈ താഴേക്കുള്ളത് കൊണ്ട് ഈ ശിഖരത്തിന് വലിയ ലോഡ് വരില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചക്ക നമുക്ക് മൂത്ത് കിട്ടും, നമ്മുടെ പ്ലാവ് ശിഖരങ്ങൾ ഒടിഞ്ഞു പോവുകയില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഇതിന് പല ശിഖരങ്ങളിലും ചക്ക ഉണ്ടായിട്ടുണ്ട്. എല്ലാ ശിഖരത്തിനും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചെയ്യാത്തതിന് ഇനിയിപ്പോൾ ചെയ്തു കൊടുക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ പ്ലാവൊക്കെ വെച്ചിട്ട് ശിഖരങ്ങളിൽ ചക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ചക്ക മൂത്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. അതിനു മുമ്പ് നമ്മളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു. പിന്നെ നമുക്കിത് കൂടുതലായിട്ടുണ്ടായി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് ഭാരം താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചൊരു ഇടിച്ചക്ക പാകമാകുമ്പോൾ നമുക്കതെടുത്ത് ചക്കക്കുഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം, അല്ലേ? അത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യാനും കളയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവിന് ആവശ്യത്തിന് കരുത്തും കാര്യങ്ങളും ആയിട്ടുണ്ട്, ഹൈറ്റും ഉണ്ട്, അതുപോലെ കട്ടിയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ചക്കകളൊന്നും കട്ട് ചെയ്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് പ്ലാവിന്റെ ആരോഗ്യം അനുസരിച്ച് നമുക്ക് നോക്കുക, നമ്മൾ തന്നെ തീരുമാനിക്കുക, അല്ലേ? അതെ. പിന്നെ ഓരോ പ്ലാവിനും ഓരോ സൈസിലായിരിക്കും. ഇപ്പം ഇതുമ്മ ഏറ്റവും അടിയിൽ തടിയിൽ മാത്രമല്ല ശിഖരങ്ങളിൽ നിറയെ ചക്ക, മറ്റുള്ള ചിലത് മെയിൻ തടിയിൽ ഏറ്റവും കടക്കിയൊക്കെ ചക്കയുണ്ടായി മണ്ണിൽ മുട്ടിയിരിക്കുന്നതുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങൾ. കുറ്റിയിടാൻ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ആരൊക്കെ ഓൾറെഡി ഇതുപോലെ കുറ്റിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്ലാവ് നട്ടിട്ടുള്ള കൂട്ടുകാരെല്ലാവരും ഒരുപാട് പേര് നട്ടിട്ടുണ്ടെന്ന് അറിയാൻ കാര്യം ഒരുപാട് പേര് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ വാട്സപ്പിൽ അയക്കാറുണ്ട്. ഡൗട്ടുകൾ ചോദിച്ചിട്ട് വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ വളത്തിൻ്റെ കുറവും കാര്യങ്ങളും ഒക്കെയാണ്, അല്ലേ? അതെ. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പ്ലാവ് നടാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് പ്ലാവ് നടാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഒരു കണ്ടെയ്നറിലായാലും പ്ലാവ് നട്ട് 1 വർഷം 1.5 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ചക്കയാക്കി എടുക്കാം. ഈ ബഡ് ചെയ്ത പ്ലാവുകൾ ഈ വിയറ്റ്നാം സൂപ്പർ എയർലിയൊക്കെ വന്നപ്പോൾ എല്ലാ വീട്ടിലും ഫ്ലാറ്റിൽ താമസിക്കുന്നവർ വരെ പ്ലാവ് വയ്ക്കുന്ന കാലമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള കൊച്ചു കൊച്ചു അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ്റെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ഓരോ വീഡിയോകളിലായിട്ട്.